ഒരു സ്റ്റീൽ ഡവറ, അതിൽ നിറയെ ചിക്കൻ്റെയോ മട്ടൻ്റെയോ മസാലയിൽ പൊതിഞ്ഞ മഞ്ഞ നിറത്തിലുള്ള ബിരിയാണി, ഒപ്പം ഒരു മുട്ട പുഴുങ്ങിയതും, കൂട്ടിന് വഴുതനങ്ങയും മട്ടനും ചേർത്ത് തയ്യാറാക്കിയ ബെൽച്ചയും സാലഡും. ഇങ്ങനെയാണ് ദിണ്ടിഗൽ ബിരിയാണി. കൈമ അരി കൊണ്ടുണ്ടാക്കുന്ന വെള്ള നിറത്തിലുള്ള ദം ബിരിയാണി കഴിച്ച് ശീലിച്ച മലയാളിക്ക് സ്റ്റീൽ ഡവറയിൽ വിളമ്പിയ ബിരിയാണി ആദ്യം അത്ഭുതമായിരുന്നു. ആവി പറക്കുന്ന ഈ ബിരിയാണി വാഴയിലയിലേക്ക് തട്ടിയിടുമ്പോൾ മുറിയാകെ ഒരു നറുമണം പടരും. നാവിൽ രസമുകുളങ്ങൾ ഉണരും. ആദ്യ പിടി വായിലെത്തുമ്പോൾ മനസ്സിലാകും തലപ്പാക്കട്ടി ബിരിയാണിയുടെ തലപ്പൊക്കം. ദിണ്ടിഗൽ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന രൂപങ്ങളിലൊന്ന് തലപ്പാവുമായി നിൽക്കുന്ന ഒരു പുരുഷനെയാണ്. എന്താണ് ഈ തലപ്പാക്കട്ടി? അതും ബിരിയാണിയും തമ്മിൽ എന്താണ് ബന്ധം? ഈ ബിരിയാണി പോലെ തന്നെ നിറയെ ചേരുവകൾ നിറഞ്ഞതാണ് ഈ ബിരിയാണിക്ക് പിന്നിലെ കഥയും. അറിയാം തലപ്പാക്കട്ടി ബിരിയാണിയുടെ കഥ. തമിഴ്നാട്ടിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ദിണ്ടിഗൽ. വർഷം 1957. ദിണ്ടിഗലിൽ വെറ്റില വിൽപ്പന നടത്തി ജീവിച്ചിരുന്ന നാഗസ്വാമി നായിഡു ഒരു സംരംഭം തുടങ്ങാൻ ആലോചിക്കുന്നത് ആ വർഷമാണ്. എന്ത് തുടങ്ങണം എന്നതിനെക്കുറിച്ച് നാഗസ്വാമിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. തൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന രുചികരമായ ബിരിയാണി വിളമ്പുന്ന ഭക്ഷണശാലയായിരുന്നു നാഗസ്വാമിയുടെ മനസ്സിൽ. സാധാരണ ബസ്മതി അരിക്ക് പകരം നാഗസ്വാമിയുടെ ഭാര്യ ബിരിയാണിക്കായി ഉപയോഗിച്ചിരുന്നത് ചെറിയ അരിമണികളുള്ള ശ്രീരാഗ സാമ്പ അരിയായിരുന്നു. ഗ്യാസിൽ വെക്കാതെ വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതായിരുന്നു പാചക രീതി. നാഗസ്വാമിയുടെ ഭാര്യ ഉണ്ടാക്കിയിരുന്ന ഈ ബിരിയാണി കഴിച്ചവരാരും അവരെ മറന്നില്ല. നാട്ടിലും വീട്ടിലുമെല്ലാം ഈ ബിരിയാണി സ്റ്റാറായിരുന്നു. അങ്ങനെ ദിണ്ടിഗലിൽ ആനന്ദവിലാസ് എന്ന പേരിൽ നാഗസ്വാമി ബിരിയാണി കട ആരംഭിച്ചു. വെറും ഒരു മേശയും ചുറ്റും 4 കസേരയും മാത്രം ഒതുങ്ങുന്ന കൊച്ചു ഭക്ഷണശാലയായി ആരംഭിച്ച ആനന്ദവിലാസ് പതിയെ ഭക്ഷണപ്രേമികളുടെ ശ്രദ്ധ പിടിക്കാൻ തുടങ്ങി. ബിരിയാണി കഴിച്ചവർ വീണ്ടും അവരുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി എത്തിത്തുടങ്ങി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗ് ഇല്ലാതിരുന്ന അക്കാലത്തും ആനന്ദവിലാസിലെ ബിരിയാണി കിസ്സ വാമൊഴിയായി ദിണ്ടിഗലാകെ പരന്നു. എപ്പോഴും തലപ്പാവ് ധരിച്ചിരുന്ന നാഗസ്വാമി ബിരിയാണിയുടെ ട്രേഡ് മാർക്കായി. തലപ്പാക്കട്ടി ധരിച്ചയാളുടെ ബിരിയാണിക്കട എന്ന് പലരും അടയാളം പറഞ്ഞ് ഒടുവിൽ അത് തലപ്പാക്കട്ടി ബിരിയാണി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ നാഗസ്വാമി കണിശക്കാരനായിരുന്നു. പറക്കം സീട്ട് അഥവാ ശ്രീരാഗ സാമ്പ അരി മാത്രമേ നാഗസ്വാമി ബിരിയാണിക്കായി ഉപയോഗിച്ചിരുന്നുള്ളൂ. സ്വന്തമായി രുചിയൊന്നുമില്ലാത്ത അരിയാണ് ശ്രീരാഗ സാമ്പ. എന്നാൽ അരിയിലേക്ക് എന്ത് ചേരുവ ഇടുന്നോ അത് ഒപ്പിയെടുക്കാൻ മിടുക്കുള്ള ഇനം അരിയാണ് ശ്രീരാഗ സാമ്പ. അരിയുടെ കാര്യത്തിൽ മാത്രമല്ല, പാകം ചെയ്യുന്ന ഇറച്ചിയുടെ കാര്യത്തിലും പല നിർബന്ധങ്ങളും നാഗസ്വാമിക്കുണ്ടായിരുന്നു. കന്നുകാലി വിപണിക്ക് പേരുകേട്ട കന്നിവാടി, പരമാടി എന്നീ മാർക്കറ്റുകളിൽ നിന്ന് മുന്തിയ ഇനം കന്നുകാലികളുടെ ഇറച്ചി മാത്രമേ ബിരിയാണിക്കായി നാഗസ്വാമി ഉപയോഗിച്ചിരുന്നുള്ളൂ. ബിരിയാണിയുടെ ഒപ്പം കഴിക്കാൻ നാഗസ്വാമി തന്നെ തയ്യാറാക്കുന്ന വഴുതനങ്ങ കൊണ്ടുള്ള ദൽച്ചായ്ക്കും ആരാധകരേറെയായിരുന്നു. മട്ടൻ്റെ എല്ലുകളും വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ് പോലുള്ള പച്ചക്കറികളും പരിപ്പും എല്ലാം ചേർത്ത് വേവിച്ച ദൽച്ച തലപ്പാക്കട്ടി ബിരിയാണിയെ ഒരു പടി മേലെ എത്തിച്ചു. സ്നേഹവും ബിരിയാണിയും വിളമ്പി ദിണ്ടിഗലിലെ പ്രിയങ്കരനായി മാറിയ നാഗസ്വാമി 1978 അന്തരിച്ചു. ഇതോടെ പിതാവിൻ്റെ സ്മരണയ്ക്കായി മകൻ ആനന്ദവിലാസ് ഭക്ഷണശാലയുടെ പേര് തലപ്പാക്കട്ടി ആനന്ദവിലാസ് എന്നാക്കി മാറ്റി. 1957 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ ദിണ്ടിഗലിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു തലപ്പാക്കട്ടി ബിരിയാണിയുടെ രുചിപ്പെരുമ. നാഗസ്വാമി നായിഡുവിൻ്റെ കൊച്ചുമകൻ നാഗസ്വാമി ധനപാലനാണ് തലപ്പാക്കട്ടി ബിരിയാണിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. മുത്തശ്ശിയുടെ ബിരിയാണി കഴിച്ചു വളർന്ന നാഗസ്വാമി ധനപാലൻ ആദ്യമായി സ്വന്തമായി ബിരിയാണി തയ്യാറാക്കുന്നത് വീട് വിട്ട് ഹോസ്റ്റലിൽ നിന്നപ്പോഴാണ്. സുഹൃത്തുക്കൾക്കിടയിൽ നാഗസ്വാമി തയ്യാറാക്കുന്ന ബിരിയാണി ഹിറ്റായി. ഒരേ സമയം 25 പേർക്ക് വരെ നാഗസ്വാമി ബിരിയാണി വെച്ചിട്ടുണ്ട്. അമേരിക്കയിലായിരുന്ന നാഗസ്വാമി അന്നൊന്നും ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല തൻ്റെ തലവര മാറ്റിമറിക്കുന്നതും ഈ ബിരിയാണിയാണെന്ന്. അമേരിക്കയിൽ റിസപ്ഷനിസ്റ്റ് ആയിരുന്ന നാഗസ്വാമി ധനപാലൻ 2000 അച്ഛന് സുഖമില്ലാതായതിനെ തുടർന്ന് ജന്മനാടായ ദിണ്ടിഗലിലേക്ക് എത്തുന്നത്. അങ്ങനെ ബിരിയാണിക്കട ഏറ്റെടുത്ത് നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. 2008 ചെന്നൈ സ്വദേശിനിയുമായുള്ള നാഗസ്വാമി ധനപാലൻ്റെ വിവാഹം. അങ്ങനെ ദിണ്ടിഗലിന് പുറത്ത് ചെന്നൈയിൽ ഒരു ബിരിയാണി കട കൂടി തുടങ്ങാൻ നാഗസ്വാമി ധനപാലൻ തീരുമാനിച്ചു. എന്നാൽ മറ്റു കുടുംബാംഗങ്ങൾ ആശങ്കയോടെയാണ് ഈ തീരുമാനത്തെ നോക്കിക്കണ്ടത്.
ഹൈദരാബാദി, ലക്നൌവി ബിരിയാണികൾ അടക്കി വാണിരുന്ന ചെന്നൈ നഗരത്തിൽ പ്രാദേശിക രസം പേറുന്ന തലപ്പാക്കട്ടി ബിരിയാണി വിജയിക്കുമോ എന്നതായിരുന്നു ആശങ്കയ്ക്ക് കാരണം. പക്ഷേ നാഗസ്വാമി ധനപാലൻ പോനാൽ പോകട്ടും പോടാ എന്ന നിലപാടിൽ ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോയി. അങ്ങനെ അച്ഛൻ്റെ സഹായത്തോടെ ചെന്നൈയിലെ അണ്ണാ നഗറിൽ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ആദ്യ ബ്രാഞ്ച് തലപൊക്കി. നാവിൽ വെച്ച ബിരിയാണിയുടെ സ്വാദ് പതിയെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിച്ച് സിരകളിലേക്ക് പടരും പോലെ തലപ്പാക്കട്ടി ബിരിയാണി ചെന്നൈയുടെ രുചിരസങ്ങളിൽ ഇടം നേടി. അങ്ങനെ ബ്രാഞ്ചുകളുടെ എണ്ണം വർദ്ധിച്ചു. കുടിൽ രൂപത്തിൽ ദിണ്ടിഗലിൽ ആരംഭിച്ച ഭക്ഷണശാല പതിയെ മുഖം മിനുക്കി പട്ടണ സംസ്കാരത്തിന് യോജിക്കുന്ന ഫൈൻ ഡൈനിങ് AC ഭക്ഷണശാലയിലേക്ക് ചൂടുമാറ്റി. ആട്ടിറച്ചി കൊണ്ടുള്ള ബിരിയാണി മാത്രം തയ്യാറാക്കിയിരുന്ന അടുക്കളയിൽ പതിയെ ചിക്കൻ ബിരിയാണി, ചിക്കൻ 65 ബിരിയാണി, പനീർ മഷ്റൂം ബിരിയാണി എന്നിങ്ങനെ വൈവിധ്യങ്ങൾ പിറന്നു. വെറും 8 വർഷങ്ങൾ കൊണ്ട് 40 പുതിയ ബ്രാഞ്ചുകൾ ആരംഭിച്ചു. നിലവിൽ പാരീസ്, ദുബായ്, കോലാലംപൂർ, കാലിഫോർണിയ, മസ്കറ്റ്, സിഡ്നി എന്നിങ്ങനെ ലോകഭൂപടത്തിൽ തലപ്പാക്കട്ടി ബിരിയാണി പെരുമ എത്തി നിൽക്കുന്നു. അതിനിടെ തലപ്പാക്കട്ടി ബിരിയാണിയുടെ പേരിൽ ചെറിയ മാറ്റം വരുത്തി വാഴ നനയുന്നതിനൊപ്പം ചീരയും നനയാനായി ചിലരെത്തി. തലപ്പാക്കട്ടി ബിരിയാണി എന്ന അപരനാമത്തിൽ ബിരിയാണിക്കട ആരംഭിച്ച് വിപണി പിടിക്കാനായിരുന്നു ശ്രമം. ഒരേ സമയം 70ഓളം പേർ സമാന പേരിൽ ബിരിയാണിക്കട ആരംഭിച്ചു. ഒടുവിൽ നാഗസ്വാമി കോടതിയെ സമീപിച്ചു. വർഷങ്ങളുടെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലറ്റ് ബോർഡ് 2022 നാഗസ്വാമിക്കും സ്ഥാപനത്തിനും അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു. ജനങ്ങൾ തങ്ങൾക്ക് നൽകിയ തലപ്പാക്കട്ടി എന്ന ട്രേഡ് മാർക്ക് പൊരുതി നേടി നാഗസ്വാമി. നിലവിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബിരിയാണി വിൽക്കുന്നത് ഹൈദരാബാദിലെ പാരഡൈസ് ഹോട്ടലിലാണ്. പ്രതിദിനം 9000 പ്ലേറ്റ് ബിരിയാണിയാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. അധികം വൈകാതെ തന്നെ 10000 പ്ലേറ്റ് ബിരിയാണി പ്രതിദിനം വിറ്റഴിച്ച് ഈ റെക്കോർഡ് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് നാഗസ്വാമി ധനപാലൻ. വിഖ്യാത താരം ശിവാജി ഗണേശൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമായിരുന്നു തലപ്പാക്കട്ടി ബിരിയാണി. സൂര്യക്കോട്ടയിലെ ഫാം ഹൗസിലേക്കുള്ള യാത്രാമധ്യേ ദിണ്ടിഗലിലിറങ്ങി നാഗസ്വാമിയുടെ ബിരിയാണി കഴിക്കാതെ ശിവാജി ഗണേശൻ പോകുമായിരുന്നില്ല. കാലം ഇത്ര കഴിഞ്ഞിട്ടും ഈ തലമുറയിലെ താരങ്ങൾക്കും പ്രിയപ്പെട്ടതാണ് തലപ്പാക്കട്ടി ബിരിയാണി. സംവിധായകരായ ശങ്കർ, ഗൗതം വാസുദേവ് മേനോൻ, അറ്റ്ലി, നടന്മാരായ ചിമ്പു, നാസർ, ശാന്തനു ഭാഗ്യരാജ്, കാർത്തി, ജയ്, ശിവകാർത്തികേയൻ, ആര്യ, ജയൻ രവി, നടിമാരായ നഗ്മ, ഐശ്വര്യ ഇങ്ങനെ നീളുന്നു തലപ്പാക്കട്ടയിലെത്തിയ താരങ്ങളുടെ പട്ടിക. 4 കസേരയുള്ള ഒറ്റമുറി ഭക്ഷണശാലയിൽ നിന്ന് 600 കോടി രൂപ ടേൺ ഓവറുള്ള സ്ഥാപനമായി തലപ്പാക്കട്ടി ബിരിയാണി വളർന്നിട്ടുണ്ടെങ്കിൽ അത് നാഗസ്വാമി ധനപാലൻ എന്ന വ്യക്തിയുടെ നിശ്ചയദാർഢ്യവും ക്ഷമയും കഠിനാധ്വാനവും കൊണ്ട് മാത്രമാണ്. ഒപ്പം നല്ല ഭക്ഷണം മാത്രമേ വിളമ്പൂ എന്ന പരമ്പരകളായുള്ള ശാഠ്യവും. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.